ഇന്നു സഭ നമ്മുടെ ധ്യാനത്തിനായി എടുത്തിരിക്കുന്ന വിഷയം കൂനിയായ സ്ത്രീയുടെ സൗഖ്യവും ശബ്ബത്ത് എന്ന ആത്മീയ അനുഭവം എന്നതാണ്. ഇതിനാധാരമായി നമുക്ക് വായിക്കാൻ സാധിക്കുന്ന വേദഭാഗം ലൂക്കോസ് 13 അധ്യായം 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ്. ഇതിൽ യേശുക്രിസ്തു ശബ്ബത്തിൽ ചെയ്ത പ്രവൃത്തിയാണ് വിവരിച്ചിരിക്കുന്നത്. 18 വത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ച് ഒട്ടും നിവരാൻ സാധിക്കാതെ ഒരു സ്ത്രീക്ക് കർത്താവ് വിടുതൽ കൊടുത്തു. അവൾ ആ രോഗബന്ധനത്തിൽ ഒരു വിടുതൽ ആഗ്രഹിക്കുന്നു. നാം എല്ലാം ചില ബന്ധനത്തിൽപ്പെട്ടവരാണ്. ചില രോഗങ്ങളാലുള്ള ബന്ധനം, കടങ്ങളാലുള്ള ബന്ധനം, മറ്റുള്ളവരുടെ പരിഹാസം മൂലമുള്ള ബന്ധനം തുടങ്ങി പല വിധത്തിലുള്ള ബന്ധനങ്ങൾ നമുക്കുണ്ട്. ഇവയിൽ നിന്നും ഒരു വിടുതൽ പ്രാപിക്കാൻ നാം ആഗ്രഹിക്കുന്നു. ഈ കൂനിയായ സ്ത്രീയും തന്റെ ശരീരത്തിൽ കൂന് നിമിത്തം നിവർന്നു നിൽക്കുവാനോ തന്റെ ചുറ്റുമുള്ളവരെ നേരെ നോക്കി സംസാരിക്കുവാനോ കഴിയാത്ത അവസ്ഥയിലാണെന്ന് നാം കാണുന്നു. തന്റെ രോഗത്തിൽ നിന്ന് ഒരു വിടുതൽ ലഭിക്കാൻ അവൾ സിനഗോഗിൽ വന്നു വളരെയധികം പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കാം. തന്റെ രോഗത്തിന് ഒരു മുക്തി ലഭിക്കാത്തതിനാൽ അവൾ പരിഭ്രമിച്ചിട്ടുണ്ടായിരിക്കാം. എന്നാൽ യേശു അവളെ തന്റെ അടുക്കലേക്ക് വിളിച്ചു. സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അവളുടെ മേൽ കൈവച്ചു. അവൾ ആവശ്യപ്പെടാതെ തന്നെ യേശു അവളെ സൗഖ്യമാക്കി. നാം ഏതു ബന്ധനത്തിൽ അകപ്പെട്ടാലും ദൈവത്തിന്റെ അനുഭവം നമുക്ക് വിടുതൽ തരും. അപമാനത്തിൽ നിന്നോ അഭിമാനത്തിലേക്കോ നയിക്കുന്നതാണ് ദൈവസ്നേഹം. ബന്ധനത്തിൽ നിന്നോ ബന്ധത്തിലേക്കോ ഈ സ്ത്രീക്ക് വിടുതൽ ലഭിക്കുന്നു. 18 വത്സരമായി സാത്താന്റെ ബന്ധനത്തിൽ ആയിരുന്ന അവളെ അബ്രഹാമിന്റെ മകൾ എന്ന അംഗീകാരം ഇതുമൂലം ലഭിക്കുന്നു. ദൈവത്തിനു നമുക്ക് ഓരോരുത്തരെയും കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. ദൈവ മക്കൾ നശിച്ചു പോകുവാൻ ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ഓരോ കഷ്ടപ്പാടിലും പ്രതിസന്ധികളുടെയും മധ്യയിൽ ദൈവം ആരെന്ന് മനസ്സിലാക്കാൻ സാധിക്കണം. ഒരു വഴിയും ഇല്ലാത്തടത്ത് വഴിവെട്ടുന്നവനാണ് ദൈവം. അതിന് ഉദാഹരണമാണ് ഇന്നു നാം കേട്ട കൂനിയായ സ്ത്രീയുടെ കഥ. അവൾ ആവശ്യപ്പെടാതെ തന്നെ അവളെ സൗഖ്യം ആക്കിയതുപോലെ നമ്മെ സങ്കടത്തിൽ നിന്നു സന്തോഷത്തിലേക്കും, ബന്ധനത്തിൽ നിന്നു ബന്ധത്തിലേക്കും, അപമാനത്തിൽ നിന്നു അഭിമാനത്തിലേക്കും ഉയർത്താൻ ദൈവത്തിന് സാധിക്കും. അതിനുവേണ്ടി ഉറച്ച വിശ്വാസവും പ്രാർത്ഥനയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ആമീൻ.